റഷ്യൻ എണ്ണ വാങ്ങുന്നതിൽ ഇന്ത്യയ്ക്ക് മേൽ ചുമത്തി 25% പിഴത്തീരുവ ഒഴിവാക്കിയ ഉത്തരവിൽ ഒപ്പിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇന്ത്യയും അമേരിക്കയും വ്യാപാര കരാറിന് അന്തിമ രൂപം നൽകിയതിന് പിന്നാലെയാണ് ട്രംപിന്റെ നടപടി. ഇതോടെ ഇന്ത്യയ്ക്ക് മേലുള്ള അമേരിക്കയുടെ ഇറക്കുമതി തീരുവ 18% കുറയും. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഇടക്കാല വ്യാപാര കരാറിനുള്ള ചട്ടക്കൂട് രൂപീകരിച്ചതായി ഇരു രാജ്യങ്ങളും സംയുക്ത പ്രസ്താവന നടത്തിയിട്ടുണ്ട്. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നത്. ബൽറാം, ഗുഡ് മോർണിംഗ്. ഇന്ത്യയെ സംബന്ധിച്ച് ഏറെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ കരാറിൽ ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചിരിക്കുന്നു. 18% തീരുവയായി ഇന്ത്യയുടെ പിഴത്തീരുവ മാറിയിട്ടുണ്ട്. അതേസമയം തന്നെ ഈ കരാറിൽ ഒരു വ്യക്തത ഇതിനോടകം വന്നിട്ടുണ്ടോ? സംയുക്ത പ്രസ്താവന ഇന്ത്യയും അമേരിക്കയും നടത്തുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്? വെരി ഗുഡ് മോർണിംഗ് പ്രവിത. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമായ ഒരു നടപടിയാണ് യുഎസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. നേരത്തെ ഇന്ത്യക്ക് മേൽ 25% തീരുവയും ഒപ്പം തന്നെ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് 25% അധിക തീരുവയും യുഎസ് ഏർപ്പെടുത്തിയിരുന്നു. അത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു. എന്നാൽ വ്യാപാര കരാർ സംബന്ധിച്ചുള്ള ധാരണയിലെത്തിയ ഒരു പശ്ചാത്തലത്തിലും ഒപ്പം തന്നെ ഇടക്കാല വ്യാപാര കരാർ, ഈ യഥാർത്ഥ വ്യാപാര കരാറിന് മുന്നിലുള്ള ഇടക്കാല വ്യാപാര കരാറിന്റെ ചട്ടക്കൂട് തയ്യാറായ പശ്ചാത്തലത്തിലാണ് ഈ റഷ്യൻ എണ്ണ വാങ്ങുന്നതിന് ഇന്ത്യക്ക് മേൽ ചുമത്തിയ 25% പിഴ തീരുവ ഒഴിവാക്കിയ ഉത്തരവിൽ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവച്ചിരിക്കുന്നത്. ഇതോടെ ഇനി ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 18% തീരുവ മാത്രമായിരിക്കും ബാധകമാകുക. ഈ ഒരു പ്രഖ്യാപനം നേരത്തെ തന്നെ യുഎസ് പ്രസിഡന്റ് നടത്തിയിരുന്നു. ഇന്ത്യയും അമേരിക്കയും വ്യാപാര കരാറിന് അന്തിമ രൂപം നൽകുകയും ഇടക്കാല കരാറിന്റെ, ഈ യഥാർത്ഥ കരാറിന് മുമ്പായുള്ള ഇടക്കാല കരാറിന്റെ ചട്ടക്കൂട് തയ്യാറാകുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. ഈ ഇടക്കാല കരാർ സംബന്ധിച്ചുള്ള സംയുക്ത പ്രസ്താവനയും ഇരു രാജ്യങ്ങളും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സംയുക്ത പ്രസ്താവനയിലാണ് ഇതിന്റെ വ്യവസ്ഥകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംബന്ധിച്ചുള്ള പ്രാഥമികമായ പ്രഖ്യാപനം ഇരു രാജ്യങ്ങളുടെയും ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ചട്ടക്കൂട് ഉടനടി നടപ്പിലാക്കുമെന്നും ഇടക്കാല കരാർ ഉഭയകക്ഷി വ്യാപാര കരാറിൽ എത്തിക്കാനായി പ്രവർത്തിക്കുകയും ചെയ്യുമെന്നാണ് ഇരു രാജ്യങ്ങളുടെയും പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നത്. ഈ ചട്ടക്കൂടിന് കീഴിൽ ഇന്ത്യ എല്ലാ അമേരിക്കൻ വ്യവസായ ഉൽപ്പന്നങ്ങൾക്കും വിവിധ കാർഷിക ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾക്കും തീരുവ ഒഴിവാക്കുകയോ കുറയ്ക്കുകയോ ചെയ്യും. അതിൽ നട്ട്സ്, പഴങ്ങൾ, സോയാബീൻ എണ്ണ, വൈൻ, മദ്യം എന്നീ അമേരിക്കൻ ഉൽപ്പന്നങ്ങളുടെ തീരുവ കുറയുന്നുണ്ട്. ഇതുകൂടാതെ കാലിത്തീറ്റയായി ഉപയോഗിക്കുന്ന ജോവറിന്റെയും തീരുവ കുറയുമെന്നും ഈ സംയുക്ത പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നുണ്ട്. തുണിത്തരങ്ങൾ, വസ്ത്രങ്ങൾ, തുകൽ, രാസവസ്തുക്കൾ, ചില യന്ത്ര സാമഗ്രികൾ തുടങ്ങിയ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ 18% തീരുവ ഉണ്ടാവുക. ഒപ്പം ഇന്ത്യൻ വിമാനഭാഗങ്ങൾക്ക്, ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന യുഎസിലേക്ക് കയറ്റുമതി ചെയ്യുന്ന വിമാനഭാഗങ്ങൾക്ക് മേൽ ചുമത്തിയ തീരുവയും ഒഴിവാക്കുന്നുണ്ട്. 5 വർഷത്തിനിടെ $50,000 കോടി അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഇന്ത്യ വാങ്ങുമെന്നും ഈ ഇടക്കാല കരാറിന്റെ ചട്ടക്കൂടിൽ വ്യക്തമാക്കുന്നുണ്ട്. അമേരിക്കൻ ഊർജ്ജ ഉൽപ്പന്നങ്ങൾ, വിമാനങ്ങൾ, വിലയേറിയ ലോഹങ്ങൾ, സാങ്കേതിക ഉൽപ്പന്നങ്ങൾ, ഉരുക്ക് വ്യവസായത്തിനുള്ള കോക്കിംഗ് കോൾ എന്നിവ 5 വർഷത്തേക്ക് ഇന്ത്യ വാങ്ങുന്നുണ്ട്. ഈ ഉഭയകക്ഷി വ്യാപാരത്തെ ബാധിക്കുന്ന താരിഫ് ഇതര തടസ്സങ്ങൾ ഇന്ത്യയും അമേരിക്കയും പരിഹരിക്കും എന്നാണ് ഇന്ത്യയുടെ പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നത്. യുഎസും ഈ താരിഫ് നിരക്കുകളിൽ എന്തെങ്കിലും മാറ്റമുണ്ടായാൽ അതിന്റെ പ്രതിബന്ധതകൾ പരിഷ്കരിക്കും എന്നുമാണ് ഇന്ത്യയുടെ പ്രസ്താവനയിൽ അറിയിക്കുന്നത്. ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ താരിഫ് കുറയ്ക്കുന്നത് എന്ന ഒരു ആവശ്യം ഇന്ത്യ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അക്കാര്യം പരിഗണിക്കാമെന്ന ഉറപ്പ് യുഎസ് നൽകിയിട്ടുണ്ട് എന്നുമാണ് ഇന്ത്യയുടെ പ്രസ്താവനയിൽ അറിയിക്കുന്നത്. അതോടൊപ്പം ബൽറാം, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യവസ്ഥ എന്ന് പറയുന്നത് റഷ്യയിൽ നിന്ന് എണ്ണ ഇന്ത്യ വാങ്ങുന്നത് കുറയ്ക്കണം എന്നുള്ളതാണ്. ഇതിൽ പ്രധാനമായി എന്ത് നയമാണ് ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത്? ഇതിലൊരു വ്യക്തത ഇതിനോടകം വന്നിട്ടുണ്ടോ? പ്രവിത, ആ ഒരു വ്യവസ്ഥയിൽ ഇതുവരെയും വ്യക്തത ഉണ്ടായിട്ടില്ല. ഇന്ത്യയുടെ പ്രസ്താവനയിലും അക്കാര്യം പരാമർശിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയം. കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ പ്രധാനമന്ത്രിയും വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലും ഈ കരാർ സംബന്ധിച്ച് സംസാരിച്ചിരുന്നു. കേന്ദ്ര മന്ത്രി പീയൂഷ് ഗോയൽ പ്രസ്താവന തന്നെയാണ് നടത്തിയത്. അതിൽ റഷ്യൻ എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു വിശദീകരണം ഉണ്ടായിട്ടില്ല. അതേസമയം വെനിസ്വേലയിൽ നിന്നും എണ്ണ വാങ്ങുന്ന അതുമായി ബന്ധപ്പെട്ട് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ വിശദീകരണം നൽകിയിരുന്നു. നേരത്തെ തന്നെ വെനിസ്വേലയിൽ നിന്നും ഇന്ത്യ ഊർജ മേഖലയിൽ സഹകരിക്കുന്നുണ്ട് എന്നും അത് സംഘർഷ സാഹചര്യങ്ങളെ തുടർന്നും ഉപരോധത്തെ തുടർന്നുമാണ് നിർത്തിവെച്ചത് എന്നുമായിരുന്നു നൽകിയ വിശദീകരണം. ഇന്ത്യയുടെ താൽപര്യങ്ങൾ, ഊർജ സംരക്ഷണ താൽപര്യങ്ങൾ
സംരക്ഷിക്കാനുള്ള നടപടി ഉണ്ടാകും എന്നുള്ള ഒരു വിശദീകരണം മാത്രമാണ് വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്ന് ലഭിച്ചത്. എന്നാൽ ഈ ഇടക്കാല കരാർ സംബന്ധിച്ചുള്ള അതിന്റെ ചട്ടക്കൂട് സംബന്ധിച്ചുള്ള സംയുക്ത പ്രസ്താവന പുറത്തിറങ്ങിയ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വ്യക്തത ഉടൻ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. റഷ്യ അതേസമയം വ്യക്തമാക്കിയത് ഇത്തരത്തിൽ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഇതുവരെയും ഔദ്യോഗികമായ ആശയവിനിമയം ഇന്ത്യ നടത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അത്തരത്തിൽ നടത്തിയതായി കേന്ദ്ര സർക്കാരും അറിയിച്ചിട്ടില്ല ഇതുവരെ. അത്തരത്തിൽ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടോ? US-ഉമായുള്ള ധാരണ, US അവകാശപ്പെടുന്നത് പോലെ റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്താൻ ഇന്ത്യ തീരുമാനിച്ചിട്ടുണ്ടോ എന്നീ കാര്യങ്ങൾ സംബന്ധിച്ചുള്ള ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉടൻ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പ്രവിത, വ്യക്തമാണ്. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് നടന്നിരിക്കുന്നത്. റഷ്യൻ എണ്ണ വാങ്ങുന്നതിൽ ഇന്ത്യക്ക് മേൽ ചുമത്തി 25% പിഴത്തിരിവ് ഒഴിവാക്കിയ ഉത്തരവിലാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പിട്ടിരിക്കുന്നത്. ഇതോടെ ഇന്ത്യയുടെ പിഴത്തിരിവ് 18% കുറയും എന്നുള്ളതാണ്. അതേസമയം തന്നെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട എന്താണ് നയമെന്നതിൽ ഇന്ത്യ ഇതുവരെ ഒരു തീരുമാനം പ്രഖ്യാപിച്ചിട്ടില്ല. അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. എന്താകും ഇന്ത്യയുടെ നിലപാടെന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇന്ന് തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.